സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാഹ് നടക്കുന്നതിൻ്റെ മുന്നോടിയായി അതിൻ്റെ പ്രചാരണ പ്രവർത്തനമെന്ന നിലയിൽ സമസ്തയുടെ പോഷക സംഘടനകളിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് അത് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്ന പ്രവർത്തന പദ്ധതികൾ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. ഇത് കേൾപ്പിക്കാനും ഇങ്ങനെ ഒരു സംഗതികൾ ആസൂത്രണം ചെയ്യാനുമുള്ള കാരണം ഇന്ന് മുസ്ലിം സമുദായമാണ് ഇവിടെ പിന്തിരിപ്പന്മാരെന്നും വർഗീയതയും ഛിദ്രതയും ഉണ്ടാക്കുന്നതെന്നും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപക്ഷം ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ ആദ്യമായി നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് തന്നെ കുതന്ത്രങ്ങൾ ചെയ്താലും മുസ്ലിം സമുദായം അവരുടെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന പ്രശ്നം ഇല്ല. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അഖില ലോകത്തിൻ്റെ സൃഷ്ടാവായ ഏകനായ അള്ളാഹു, ഏകനായ റബ്ബ്, ആ അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട അംഗീകരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറുതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും മാറ്റിമറിക്കാനും ഭേദഗതി വരുത്താനും ഇവിടെ സാധ്യമല്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ബൈലോ, അതിൻ്റെ ഭരണഘടന ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ ആയിരത്തി 400-ലധികം കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇന്നും ഇനി ഖിയാമത്ത് നാൾ വരെയും ആ വിശുദ്ധ ഖുർആൻ ഭേദഗതി വരുത്താനോ മാറ്റിമറിക്കാനോ ആർക്കും സാധ്യമല്ലാത്ത വിധം ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു, അവൻ നമുക്ക് അറിയിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഭേദഗതിയും വരുന്നതല്ല. മറ്റ് പല കിതാബുകളും പണ്ടുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ അതൊക്കെ ആളുകളുടെ കൈകടത്തലുകൾക്ക് വിധേയമായി അതെല്ലാം ഭേദഗതികൾ വന്നുപോയി. ഇന്ന് എവിടെയാണ് ആ ഗ്രന്ഥങ്ങളെന്ന് പരിശോധിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനെ ഇറക്കിയത് നമ്മളാണ്, അത് നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ എഴുതപ്പെട്ട ഹർഫുകളും
എഴുതപ്പെട്ട രൂപവും അതിനെ പാരായണം ചെയ്യുന്ന രീതിയും ശബ്ദവും അത് മാത്രം നിലനിൽക്കുമെന്നല്ല, അതും അതിൽപ്പെട്ടതാണെന്ന് മാത്രം. അതേ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ തത്വസംഹിത, ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളും അംഗീകരിക്കുന്ന കക്ഷികൾ ഇവിടെ ബഹുഭൂരിപക്ഷം ഉണ്ടാകുന്ന വിധത്തിൽ അല്ലാഹു തആല സംരക്ഷിക്കും.